Good evening, ma'am. 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 Hello, students. Hi, Good ma'am. evening, Hi, ma'am. ma'am. Good Hi, evening. ma'am. Good Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. How are you? How are you doing? Fine. Good evening, ma'am. We are Good fine. evening, ma'am. Good evening. Good evening. Evening, ma'am. Good evening, ma'am. Good evening. I hope you all are doing good. മഴയൊക്കെ കുറഞ്ഞില്ലേ Yes, ma'am. എല്ലായിടത്തും? Yes, ma'am. Yes, ma'am. ഇപ്പൊ ചൂടായല്ലേ? മഴ കുറഞ്ഞപ്പോ ചൂടായി. ഇന്ന് നല്ല വെയിലായിരുന്നു. ഇത് നല്ല വെയിലാ. നല്ല ചൂടുല്ലേ മാം? നല്ല ചൂടുവാ. ആഹ്. മഴ പെയ്താ ഭയങ്കര മഴ. വെയിലാണെങ്കിൽ ഇന്ന് വെയിലാണെങ്കിൽ നാളെ മഴ. അങ്ങനെയല്ലേ കാലാവസ്ഥ? അതെ. വരുന്നത് എന്തായാലും നല്ല എക്സ്ട്രീം ആയിട്ടാണ് വരുന്നത്. മഴ വരുമ്പോ നല്ല മഴ, വെയിലാണെങ്കിലും നല്ല എക്സ്ട്രീം. അതെ. അതെ. കേരളത്തിന്റെ ആ മോഡറേറ്റ് ക്ലൈമറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആ മോഡറേറ്റ് ക്ലൈമറ്റ് ഒക്കെ മാറി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ.
മിസ് ഫോൺ ചേഞ്ച് ചെയ്തോ? ഇല്ല. എന്താണ്? അല്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ് മാം. Yes, ma'am. കാണുന്നില്ല മാം. നമ്മൾ കഴിഞ്ഞ പ്ലൂറൽ ഫോർമേഷൻ വരെയല്ലായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഓക്കെ. സ്ക്രീൻ വന്നിട്ടില്ല മാം. ഓ, ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്ലൂറൽ ഫോർമേഷന്റെ റൂൾസ് വരെയായിരുന്നു അല്ലെ? സാധാരണ എസ് വെറുതെ ആഡ് ചെയ്ത് കൊടുക്കുക, ജനറലി എസ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ പറഞ്ഞ് SH CH X വരുന്ന ടേംസ് പറഞ്ഞ്, പിന്നെ ലാസ്റ്റ് O വരുന്നതും ഓനും പ്രിസൈഡ് ചെയ്യുന്നത് വവ്വലാണെങ്കിൽ എങ്ങനെയെന്നുള്ളതും, വവ്വലല്ല കോൺസണന്റ് ആണ് ഇങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ പ്ലൂറൽസ് എങ്ങനെയാ ഫോം ചെയ്യേണ്ടത് വന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എല്ലാവരും കിട്ടി. നമുക്ക് ഇന്ന് പോവാന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക് അൺകൗണ്ടബിൾ നൗൺസിന്റെ അടുത്ത ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോണത്. അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. ഒരു എക്സാക്ട്ലി ഒരു നമ്പർ നമുക്ക് പറ്റാത്ത, അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാറ്റഗറി അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, തിങ്സ് കൺസിഡേർഡ് ഇൻ മാസ്. നമുക്ക് വെയിറ്റ് ചെയ്ത് അളന്ന് എടുക്കാൻ പറ്റുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഷുഗർ, റൈസ്, ഇതെല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ വേ ചെയ്യാനാണ് പറ്റും. വേ ചെയ്യുന്നത് നമുക്ക് അളക്കാൻ, തൂക്കം, മാസ് ആണ് അല്ലെങ്കിൽ വെയിറ്റ് ആണ് നമ്മൾ ഇതിനെടുക്കുക. കിലോഗ്രാംസിലോ അല്ലെങ്കിൽ ഗ്രാംസിലോ ഒരു ലിറ്ററിലോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ മാസ്, അതിന്റെ വെയിറ്റ് വേ ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിന് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ പെടുന്നതാണത്. പിന്നെ കുറച്ച് വേറെ കുറച്ച് അൺകൗണ്ടബിൾ നൗൺസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള വേറെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. ഗോൾഡ്, വുഡ്, പേപ്പർ, പിന്നെ ലിക്വിഡ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ടൈപ്പ്, വെള്ളത്തിന്റെ പോലത്തെ, വാട്ടർ, ഓയിൽ, മിൽക്ക്, അങ്ങനെ ഫ്ലൂയിഡ് ടൈപ്പ് ആയിട്ടുള്ള ഇതെല്ലാം അൺകൗണ്ടബിൾസ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഗ്യാസസ്, പിന്നെ നാച്ചുറൽ ഫിനോമിന ലൈക്ക് കോൾഡ്, ഹീറ്റ്, സൺലൈറ്റ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. ആബ്സ്ട്രാക്ട് നൗൺസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആബ്സ്ട്രാക്ട് നൗൺസ് എന്താണ്? ആബ്സ്ട്രാക്ട് നൗൺസ് നമുക്ക് ഫീലിംഗ്, ക്വാളിറ്റി, ഒരു ഫീലിംഗ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ, അതിനൊക്കെയാണ് ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതും അൺകൗണ്ടബിൾ നൗൺസിന്റെ ഇതിൽ നമുക്ക് പെടുത്താം. പിന്നെ അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് ലൈക്ക് ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അതെല്ലാം നമുക്ക് അൺകൗണ്ടബിളിലേക്ക് പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് ഒരു ലിസ്റ്റ് പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ് കുറച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതെന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കുറച്ച് വേർഡ്സ് ഉണ്ട്. ആബ്സെൻസ്, ഡെത്ത്, ഹ്യൂമർ, നേച്ചർ, ഡെമോക്രസി, ഡിപ്രഷൻ, ഡ്രേപ്പറി, അങ്ങനെ കുറച്ച് ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് വേർഡ്സ് ഒക്കെയാണ്. എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾസ് ആണ്. കോഫി, ഫെയ്ത്ത്, ജസ്റ്റേഴ്സ്, ക്രോക്കറി, ഫിയർ, ജ്വല്ലറി, കട്ട്ലറി എന്നൊക്കെ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അൺകൗണ്ടബിൾ നൗൺസ് ആണ് ഇതെല്ലാം. There are also certain nouns which can be used both as countables and uncountables according to their meaning. ഇനി ഇപ്പൊ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് ആണ് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ് ഉണ്ട് വിച്ച് ക്യാൻ ബി ബോത്ത് യൂസ്ഡ് ആസ് കൗണ്ടബിൾസ് ആൻഡ് അൺകൗണ്ടബിൾസ്. കൗണ്ടബിൾസ് ആയിട്ടും അതായത് കൗണ്ടബിൾസ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നൗൺസ് ആയിട്ടും അല്ലാത്ത അൺകൗണ്ടബിൾസ് ആയിട്ടും രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ് ഉണ്ട്. അതേതാണ് നമുക്കത് നോക്കാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ,
ഐ ഹാവ് സം വർക്ക് ടുഡേ. അവിടെ വർക്ക് എന്നുള്ളതിനുള്ളത് ഐ ഹാവ് സം വർക്ക് ടുഡേ. അവിടെ ഫസ്റ്റത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ്. എനിക്ക് കുറച്ച് ജോലി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് സം വർക്ക് ടുഡേ. അവിടെ അൺകൗണ്ടബിൾ ആണത്. എന്നാ അതേ വർക്ക് തന്നെ അടുത്ത സെന്റൻസിൽ വന്നേക്കുന്നത് ഐ ഹാവ് റെഡ് ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ കൃതികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എണ്ണാൻ പറ്റൂല. ഷേക്സ്പിയർ എത്ര പോയംസ് എഴുതിയാലും എത്ര പ്ലേസ് എഴുതിയിട്ടുണ്ട്, സോണറ്റ്സ് എത്ര എഴുതിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണതല്ലേ. സോ അതേ വർക്ക് എന്ന് പറഞ്ഞ ആ അൺകൗണ്ടബിൾ ഇവിടെ നമുക്ക് കൗണ്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ആ യൂസേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിന്റെ അനുസരിച്ച് ഒരു അൺകൗണ്ടബിൾ കൗണ്ടബിൾ ആയി മാറാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഇത്. വർക്ക് തന്നെ നമുക്ക് വേറൊരു രീതിയിലും വേറൊരു സെന്റൻസിൽ നമുക്ക് വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ. അപ്പം ഇവിടെ കണ്ട ആ വ്യത്യാസം കണ്ട. ഐ ഹാവ് സം വർക്ക് ടുഡേ എന്ന് പറഞ്ഞാൽ അത് അൺകൗണ്ടബിൾ ആയിട്ട് എനിക്ക് കുറച്ച് ജോലി ഉണ്ട്. അത് നമുക്ക് എത്ര ജോലി ഉണ്ട്, 1, 2, 3 അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവിടെ അൺകൗണ്ടബിൾ ആണ്. അടുത്തതിലാണ് I have read the works of Shakespeare, and it becomes the countable here. അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഏജ്, അപ്പിയറൻസ്, ഇൻഡസ്ട്രി, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ്. ഇറ്റ് ഇസ് indefinite articles a or an should never be used before an uncountable noun. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ എ ഓർ ആനിന്റെ യൂസേജ് പറഞ്ഞു അല്ലെ. എ ഓർ ആൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത് കൊണ്ടിരുന്നത്? നമ്മൾ സിംഗുലർ നൗൺസിന്റെ ഒപ്പമാണ് യൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പം അതേപോലെ തന്നെ അൺകൗണ്ടബിൾ, സിംഗുലർ എന്ന് പറയുന്നത് ഒരെണ്ണം അല്ലേ. അപ്പൊ അത് കൗണ്ടബിൾ തന്നെയാണ്, കാരണം ഒരെണ്ണം നമുക്ക് എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ തന്നെയാണ്. അപ്പം എ ഓർ ആൻ, അതായത് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഒരിക്കലും അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു റൂളാണ്. ഒരിക്കലും അൺകൗണ്ടബിൾ, ഇതേപോലെ എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ എ ഓർ ആൻ, ഈ എ ഓർ ആനിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ. അപ്പൊ ഈ എ ഓർ ആൻ എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾസ് വി ഷുഡ് നെവർ യൂസ് ദം ബിഫോർ ആൻ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ഒരിക്കലും എ ഓർ ആൻ യൂസ് ചെയ്യരുത്. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന 2 എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ്. ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റൂൾ, അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിന് നമുക്ക് എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. സോ ദ സെന്റൻസ് ബിക്കം റോങ്. അത് റോങ് ആയിട്ടുള്ള സെന്റൻസ് ആയി അത്. അതിന് പകരം ആൻ അഡ്വൈസ് എന്നതിന് പകരം നമുക്ക് വി ക്യാൻ യൂസ് സം ഓർ എ പീസ് ഓഫ് അഡ്വൈസ്. കണ്ട, അപ്പൊ എ ഓർ ആനിന് പകരം നമുക്ക് ഇവിടെ ആ സെന്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടി മൈ മദർ ഗേവ് മീ സം അഡ്വൈസ് നമുക്ക് അവിടെ പറയാം. മൈ മദർ ഗേവ് മീ സം അഡ്വൈസ്. അല്ലെങ്കിൽ ഓർ യു ക്യാൻ ആഡ് എ പീസ് ഓഫ് അഡ്വൈസ്. അത് നല്ലൊരു വേർഡാണ്. എ പീസ് ഓഫ് അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എ പീസ് ഓഫ് അഡ്വൈസ് പറയുന്നത് നല്ലതാണ്. നല്ലൊരു എക്സ്പ്രഷൻ ആണ്. അത് കുഴപ്പമില്ല. അതിന് പകരം വെറുതെ അഡ്വൈസിന്റെ ഒപ്പം ആനോ എയോ ചേർക്കരുതെന്നാണ് പറഞ്ഞത്. എ പീസ് അതൊരു ഒറ്റ ഫ്രേസ് ആണത്, അതിന് കുഴപ്പമില്ല. അപ്പൊ അതിന് പകരം എ ഓർ ആനിന് പകരം യൂസ് ചെയ്യാൻ പറ്റണ കുറച്ച് വേർഡ്സ് ആണ്, ഫ്രേസസ് ആണ് അടുത്ത വരുന്നത്. അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റണം. കണ്ട, കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ പീസ് ഓഫ്, മെനി പീസസ് ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ്സ് ഓഫ്, ആൻ ഐറ്റം. ഈ വേർഡ്സ് എല്ലാം നമുക്ക് അൺകൗണ്ടബിളിന്റെ മുമ്പിൽ എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്ക് ഈ തന്നിരിക്കുന്ന വേർഡ്സ് എല്ലാം അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എ പീസ് ഓഫ്, മെനി പീസസ് ആണ് പീസസ്. എ ബിറ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, ഇതെല്ലാം മച്ച്, ലിറ്റിൽ, ഇതൊക്കെ ഒരു എമൗണ്ടിനെ കാണിക്കുന്ന ഒരു സംതിങ്, ഒരു കുറച്ച് സാധനങ്ങൾ, ഒരു എമൗണ്ട്, പെർട്ടിക്കുലർ എമൗണ്ടിനെ കാണിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ പ്രിസൈഡ് ചെയ്യുന്ന മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് എല്ലാം ആണ് ഇതെല്ലാം. എ ഓർ ആനിന് പകരം യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ.
ഇനി വേറൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ദേ സ്പെൻഡ് എ ലിറ്റിൽ മണി കണ്ടാ നമുക്ക് വെറുതെ ചുമ്മാ എ മണിന്നോ അല്ലെ ആൻ മണി തെറ്റാണ്, എ മണിന്നോ അവിടെ പറയാൻ പാടില്ല. അതിന് പകരം എ ലിറ്റിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ലിറ്റിൽ മണി ഓൺ ആംസ് എല്ലാം അവിടെ ALMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഒരു ചാരിറ്റി പോലെ ചെയ്യുന്നതിനാണ് ആംസ്. എല്ലാം അവിടെ സൈലന്റ് ആണ്, ആംസ് എന്നാണ് പറയുന്നത്. ആംസ് സംതിങ് എ മണി ഓർ ഫുഡ് ഗിവൺ ടു പുവർ പീപ്പിൾ, ഒരു ചാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക, അതിനെയാണ് ആംസ് എന്ന് പറയുന്നത്. ശരിക്കും ARMS, നമ്മുടെ കൈ എന്നുള്ള ആ ARMSന്റെ അതേ സൗണ്ട് തന്നെയാണ് ഈ ALMSനും ആ വേർഡിന്. ഇവിടെ ആംസ്, ഇവിടെ സൈലന്റ് ആണ്. ആംസ്, ദേ സ്പെൻഡ് എ ലിറ്റിൽ മണി ഓൺ ആംസ്. ഡു യു വോണ്ട് എ സ്ലൈസ് ഓഫ് ബ്രെഡ്? കണ്ടാ എ ബ്രെഡോ ആൻ ബ്രെഡോ പറയുന്ന പകരം എ സ്ലൈസ് ഓഫ് ബ്രെഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Expressions denoting number cannot be used before uncountable nouns. Expression denoting number should never be used before uncountable nouns. അപ്പം എക്സ്പ്രഷൻസ് ഇതുപോലെ അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ എന്തെങ്കിലും ഇതേപോലെ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ഇത് ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സ്പ്രഷൻസ് ആണ് ഫ്യൂ, എ ഫ്യൂ, മെനി. അതൊന്നും ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എ ഫ്യൂ, മെനി, എ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, ഇതൊന്നും അൺകൗണ്ടബിൾ ഇതിന്റെ ഒപ്പം യൂസ് ചെയ്തത്. ബട്ട് ദീസ് എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ കൗണ്ടബിൾ നൗൺസ്. കൗണ്ട് ചെയ്യാൻ പറ്റണ നൗൺസിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം. അപ്പൊ നേരത്തെ പറഞ്ഞത് അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റണ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞത് അൺകൗണ്ടബിളിന്റെയും ഇത് കൗണ്ടബിളിന്റെയും മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. കാരണം ഇതും ഈ പറഞ്ഞിരിക്കുന്ന ഈ എ ഫ്യൂ, മെനി, എ നമ്പർ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമ്പറിനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. അതുകൊണ്ട് കൗണ്ടബിൾ നമ്പേഴ്സിന്റെ നൗൺസിന്റെ ഒപ്പമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Then certain uncountable nouns can be changed into uncountables. ഇനി നമുക്കൊരു അൺകൗണ്ടബിൾ നൗണിനെ ഒരു കൗണ്ടബിൾ ഇക്വാലന്റ് ആയിട്ട് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, അബ്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക നമുക്കൊരു സെന്റൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ അബ്യൂസിന് പകരം എ സ്ട്രീം ഓഫ് അബ്യൂസ്. നേരത്തെ നമ്മള് ബ്രെഡിന് പകരം എ സ്ലൈസ് ഓഫ് ബ്രെഡ്, മണിക്ക് പകരം ലിറ്റിൽ മണി എന്നൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അബ്യൂസിന് പകരം എ സ്ട്രീം ഓഫ് അബ്യൂസ്. ഇതെല്ലാവരും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരു സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. അഡ്വൈസ് എപ്പോഴും എ പീസ് ഓഫ് അഡ്വൈസ്, ഇതെല്ലാം നല്ല നല്ല എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. അപ്ലോസ്, ബ്രെഡ്, ബ്രെഡ്, എ സ്ലൈസ് ഓഫ് ബ്രെഡ്, നമ്മൾ ഒരിക്കലും ബ്രെഡ് മാത്രമായിട്ട് പറയില്ല, സ്ലൈസ് ഓഫ് ബ്രെഡ് അങ്ങനെ പറയണം. പിന്നെ എംപ്ലോയ്മെന്റ്, നമുക്കത് ജോബായിട്ട് പറയാം. കൗണ്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് അത് അൺകൗണ്ടബിൾ ആയിട്ട് വരുന്നെങ്കിൽ എംപ്ലോയ്മെന്റ് യൂസ് ചെയ്യാം. ബട്ട് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ഇറ്റ് ടു കൗണ്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് എംപ്ലോയ്മെന്റ് യു ക്യാൻ യൂസ് ദ വേർഡ് ജോബ്. അപ്പൊ അത് കൗണ്ടബിൾ ആയി മാറണം. ഇതേ എംപ്ലോയ്മെന്റിന് അതേ മീനിങ് തന്നെയുള്ള ഒരു കൗണ്ടബിൾ ഇക്വാലന്റ് ആണ്, കൗണ്ടബിൾ ആക്കി എടുക്കുന്നതാണ് നമ്മൾ അതിന് നമ്മുടെ സെന്റൻസിന് വേണ്ടി. ഫോർ അവർ കൺവീനിയൻസ് വി ആർ മേക്കിംഗ് ഇറ്റ് ടു എൻ കൗണ്ടബിൾ ഇക്വാലന്റ്. അപ്പൊ എംപ്ലോയ്മെന്റ് എന്നുള്ളത് ജോബ് ആക്കണം. ഫിക്ഷൻ അത് നമുക്ക് നോവൽ ആക്കാം. ഫർണിച്ചർ ഇറ്റ് ബിക്കംസ് എ പീസ് ഓഫ് ഫർണിച്ചർ. ഹ്യൂമർ, ജോക്ക്. ഇൻഫർമേഷൻ എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഫൺ, ജോക്ക്. ലാഫ്റ്റർ, laugh. Luggage, an item of luggage. Machinery, machine. ഇതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസിന് കൗണ്ടബിൾ ഇക്വാലൻസ്, കൗണ്ടബിൾ ആക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാരും എല്ലാവരും വായിച്ചിരിക്കുന്നു കേട്ടോ. ഇതെല്ലാം ഞാൻ ഒന്നും കൂടി വായിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ സെന്റൻസസ് ഫ്രെയിം ചെയ്യുമ്പോൾ നല്ല നല്ല സെന്റൻസസിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. സ്ട്രീം ഓഫ് അബ്യൂസ്, എ പീസ് ഓഫ് അഡ്വൈസ്. ഈ വേർഡ്സ് എല്ലാവരും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ. ഇതെല്ലാം സ്ട്രീം ഓഫ് അബ്യൂസ്, എ പീസ് ഓഫ് അഡ്വൈസ്, എ വോളി ഓഫ് അപ്ലോസ്, എ സ്ലൈസ് ഓഫ് ബ്രെഡ്, പിന്നെ എ പീസ് ഓഫ് ഫർണിച്ചർ, എ പീസ് ഓഫ് ഇൻഫർമേഷൻ,
സാധാ ഒരു ഇൻഫോർമേഷൻ എന്നല്ല അങ്ങനെ പറയുന്നതിൽ നല്ലൊരു പീസ് ഓഫ് ഇൻഫോർമേഷൻ, പീസ് ഓഫ് ഫേർണിച്ചർ, സ്ലൈസ് ഓഫ് ബ്രെഡ് അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ ആണ് പറഞ്ഞത്. ഓക്കെ, കുറച്ചും കൂടെ ഉണ്ട്, അത് ആ ടേബിള് കുറച്ചും കൂടെ ഉണ്ട്. ന്യൂസ് ബിക്കംസ് എ ബിറ്റ് ഓഫ് ന്യൂസ്, പേപ്പർ ബിക്കംസ് എ പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ എ ഷീറ്റ് ഓഫ് പേപ്പർ, പോയട്രി ബിക്കംസ് പോയം, സീനറി, സീൻ, സോപ്പ്, എ കേക്ക് ഓഫ് സോപ്പ് or a bar of soap. ഒരിക്കലും സോപ്പിന് ഒന്നെങ്കിൽ കേക്ക് ഓഫ് സോപ്പ് അല്ലെങ്കിൽ ബാർ ഓഫ് സോപ്പ് അങ്ങനെ പറയാം. ഐറ്റം ഓഫ് സ്റ്റേഷനറി, സ്ട്രോക്ക് ഓഫ് വിറ്റ്, എ പീസ് ഓഫ് വർക്ക്, ഇതെല്ലാം പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഇതാണ് കൗണ്ടബിളും അൺകൗണ്ടബിളും. അപ്പൊ കൗണ്ടബിളിൽ ഓർത്തിരിക്കേണ്ട കാര്യം, കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വി ക്യാൻ കൗണ്ട്, നമുക്ക് എക്സാക്ട്ലി കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ കൗണ്ടബിളിന്റെ മുമ്പിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ആണ് ഫ്യൂ, എ ഫ്യൂ, എ ലിറ്റിൽ, അതെല്ലാം നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ അതെല്ലാമാണ് കൗണ്ടബിളിന്റെ മുമ്പിൽ യൂസ് ചെയ്യേണ്ടത്. ദെൻ അൺകൗണ്ടബിൾ മുമ്പിൽ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാതെ, ബട്ട് അതിന് മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് അൺകൗണ്ടബിളിനെ കൗണ്ടബിളും ആക്കാനുള്ള ഇതാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് എന്ന് പറയുന്ന അൺകൗണ്ടബിളിനെ ബിറ്റ് ഓഫ് ന്യൂസ് നമ്മളാക്കി. അതുപോലെ നിങ്ങളുടെ കൺവീനിയൻസിന് ഒരു സെന്റൻസിൽ കൗണ്ടബിൾ ഒരു വേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നൗണ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് പേപ്പർ ബിക്കംസ് എ പീസ് ഓഫ് പേപ്പർ, സോപ്പ് ബിക്കംസ് എ ബാർ ഓഫ് സോപ്പ് ഓർ കേക്ക് ഓഫ് സോപ്പ്, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കി ഒരു സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാരും ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ പ്ലൂറൽ ലൈക്ക് നൗൺസ്. ഇനി പ്ലൂറൽ. Some nouns in English seem to be plural in form but are in fact singular and they are followed by singular verbs. ഇനി ചില nouns കാണുമ്പോഴേ നമുക്ക് തോന്നും അത് പ്ലൂറലാണ്. കാരണം നമുക്ക് ഇങ്ങനെ ജനറലി എസ് ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണെന്നാണ് നമ്മുടെ വിചാരം. അപ്പം ചില വേർഡ്സ് ലൈക്ക് ദീസ് വേർഡ്സ്, ഈ വേർഡ്സ് എല്ലാം നോക്കിയേ, എല്ലാത്തിന്റെയും അവസാനം എസ് ഉണ്ട്. ബട്ട് മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെല്ലാം എസ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ഓർക്കുക, ഇറ്റ് ഈസ് എ പ്ലൂറൽ ഫോം, അത് പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഓർക്കുന്നത്. ബട്ട് ഇൻഫാക്ട് ദീസ് ആർ സിംഗുലർ, ഇത് സിംഗുലർ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബും സിംഗുലർ ആയിരിക്കും. വേർബ് അതൊരു വേറെ സെക്ഷൻ ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയണേണ്. സിംഗുലർ നൗണിന്റെ ഒപ്പം സിംഗുലർ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ ഇവിടെ കണ്ടോ, ആ എക്സാമ്പിൾ നോക്കിയ, ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. ഫിസിക്സ്, ആ എക്സാമ്പിൾ നോക്കാൻ നമുക്ക് മനസ്സിലാവും. ഫിസിക്സ് ഇസ് എ അപ്പൊ ഇസ് എന്ന് പറയുന്നത് സിംഗുലർ വേർബാണ്. ഫിസിക്സ് എന്ന് പറയുന്നത് ഇൻഫാക്ട് നമ്മൾ ആ ടേമിന് സിംഗുലർ ഓൾവേസ് ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് അങ്ങനത്തെ സബ്ജക്ട്സോ അങ്ങനെ ഇതെല്ലാം സിംഗുലർ ആയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വേർബും സിംഗുലർ ആയിട്ട് വരും. വേർബ് എന്ന് പറയുന്നത് ഈ ഇസ്സിൽ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഇസ് ആണ് കേട്ടോ. ഇസ് എന്ന് പറയുന്നത് സിംഗുലർ വേർബാണ്. So physics is considered to be a singular noun. So its verb is. ഇവിടെ യൂസ് ചെയ്യേണ്ടത് is ആണ്. അതേപോലെ തന്നെ the news is too good to be true. The news is ആണ്. ന്യൂസ് ആറ് പറയുന്നില്ല. അതേപോലെ ഫിസിക്സ് ആറ് പറയുന്നില്ല. The news is too good. അപ്പൊ കളക്റ്റീവ്ലി അത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വേർഡ്സ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക ഏതൊക്കെയാണ്. മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, കണ്ടോ കുറെ മംസ്, റിക്കറ്റ്സ്, ബില്യാർഡ്സ്, ഡ്രോട്സ്, ഇന്നിങ്സ്, ന്യൂസ്, ഇതെല്ലാം അങ്ങനെ ഇൻ ഫോം, അവരുടെ ആ ഫോം തന്നെ പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ബട്ട് ഇൻഫാക്ട് ദേ ആർ ഇൻ സിംഗുലർ ഫോം. അത് സിംഗുലർ ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അതിന്റെ സിംഗുലർ വേർബ് ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും പ്ലൂറലിന്റെ നൗൺ അവിടെ വേർബ് അവിടെ യൂസ് ചെയ്യരുത്. എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. ഇസ് ആണ് അവിടെ യൂസ് ചെയ്തേക്കണം. ഒരിക്കലും ആറ് യൂസ് ചെയ്യില്ല. ദ ന്യൂസ് ഇസ് ടു ഗുഡ്. ന്യൂസ് ഇസ് ആണ് പറഞ്ഞേക്കണം. ന്യൂസ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ. അതേപോലെ തന്നെ ഉള്ള കുറച്ച് വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബെല്ലോസ്, ജീൻസ്, അസെറ്റ്സ്, ബെല്ലോസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ?
ബെല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീയില്ലേ, തീയൊക്കെ ആളി കത്താൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഒരു ബ്ലോവർ പോലെ ഇങ്ങനെ കാറ്റ് പുറത്തേക്ക് അങ്ങനെയാണ് പണ്ടത്തെ ഒരു ഉപകരണമില്ലേ, അതാണ് ബെല്ലോസ് എന്ന് പറയുന്നത്. ഡിവൈസ് ദാറ്റ് എമിറ്റ്സ് എയർ. കുഴലാണോ കുഴല്? ഈ തീയൊക്കെ ഊതി കുഴലല്ല, 2 ഹാൻഡിൽ ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ വീശി പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീശി അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ എയർ വന്നിട്ട് തീ ആളിക്കത്താൻ വേണ്ടി നമ്മൾ ചെയ്യണം. ബ്ലോവർ പോലത്തെ ഉള്ളൊരു സാധനം, അതാണ് ബെല്ലോസ്. ഇങ്ങനെ 2 ഹാൻഡിൽ ഉണ്ടാവും. ഹാൻഡിൽ വെച്ച് നമ്മൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ തീ ബ്ലോവർ പോലെ തന്നെ, ദാറ്റ് വിച്ച് എമിറ്റ്സ് എയർ, അതാണ് ബെല്ലോസ് എന്ന് പറയുന്നത്. പിന്നെ ജീൻസ്, അസെറ്റ്സ്, ഇതെല്ലാം എസ് ഫോമിൽ കിടക്കുക. അതായത് സിംഗുലർ ആണ് ഇതെല്ലാം. നമ്മൾ എപ്പോഴും സിംഗുലർ വേർബ്സ് ആണ് അതിൽ യൂസ് ചെയ്യുള്ളൂ. കണ്ടാ, ഇത് അതിന്റെ ഫോം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് പ്ലൂറൽ ആണെന്ന്. ബട്ട് ദേ ആർ ഇൻ സിംഗുലർ ഫോം. സിസേഴ്സ്, കണ്ട, സിസേഴ്സ് നമ്മൾ ഒരിക്കലും സിസർ എന്ന് പറയില്ല, സിസേഴ്സ് എന്നേ പറയുള്ളൂ. ബ്രീച്ചസ് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഇസ് ബ്രീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്മോൾ ട്രൗസേഴ്സ്. ഈ ഹോഴ്സ് റൈഡിങ്ങിലൊക്കെ പോണ ആൾക്കാർ ഈ മുട്ട് വരെയുള്ള ട്രൗസേഴ്സ്, അങ്ങനെ മുട്ടിന്റെ അവിടെ പിടിച്ചു നിൽക്കണ പോലത്തെ ഒരു ട്രൗസേഴ്സ്, ഒരു തരം ട്രൗസേഴ്സിനെയാണ് ഈ ബ്രീച്ചസ് എന്ന് പറയുന്നത്. കൂടുതലും ഹോഴ്സ് റൈഡിങ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ട്രൗസേഴ്സിനെയാണ് നമ്മൾ ബ്രീച്ചസ് എന്ന് പറയുന്നത്. ദെൻ ചാറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേർഡാണ് ചാറ്റൽസ്. ദെൻ സ്പെക്ടക്കിൾസ്, അതറിയാലോ, സ്പെക്ടക്കിൾസ് കന്നഡ. സ്പെക്ടക്കിൾ എന്ന് പറയില്ല, സ്പെക്ടക്കിൾസ് നമ്മൾ പറയുള്ളൂ. ഡ്രോവേഴ്സ്, ആംസ്, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ലായിരുന്നു, ചാരിറ്റി എന്ന് പറഞ്ഞില്ലേ, ആംസ്, അതാണ് ALMS, ആംസ്. പിൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൂൾ, ഒരു പ്ലെയർ പോലത്തെ, പ്ലെയർ അല്ല, ആ പ്ലെയറിന്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, നെയിൽസ് ഒക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റണ ആ ഒരു തന്നെയാണ് പിൻസർ എന്ന് പറയുന്നത്. ഒരു ടൂളാണ്, പ്ലെയർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു, പക്ഷെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇതിൽ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതാണ് പിൻസേഴ്സ്. ദെൻ ആനൽസ് മീൻസ് ജസ്റ്റ് എ റെക്കോർഡ്, ഒരു റെക്കോർഡിനാണ് ആനൽസ് എന്ന് പറയുന്നത്. റിച്ചസ്, ഓക്കെ, അതെല്ലാം നമുക്ക് ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. പ്ലൂറൽ ഫോമിലാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും, ബട്ട് ഇൻഡീഡ് ദേ ആർ ഇൻ സിംഗുലർ ഫോം. അത് സിംഗുലർ ഫോമിലുള്ള ഇതാണ്, വേർഡ്സ് ആണ് അതെല്ലാം. ദെൻ ടോങ്സ്, ടൈഡിങ്, ഷോർട്സ്, pillars, proceedings, environs, nuptials. Nuptial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെഡിങ്, കല്യാണം, ഒരു വെഡിങ് പാർട്ടി, അതിനാണ്. ഓ, എന്താണ്? സ്ക്രീൻ കാണുന്നില്ല മാം. സ്ക്രീൻ കാണുന്നില്ലേ ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ടോ? Is the screen visible now? കാണുന്നുണ്ട് മാം. യെസ് മാം. യെസ് മാം കാണാം. ഓക്കെ. ഇതെല്ലാം പിന്നെ ഒബ്സിക്വീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ, ഫ്യൂണറലിന് ഉള്ള കുറച്ച് ചടങ്ങുകൾ, അതെന്താ ഈ ഒബ്സിക്വീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല നല്ല വേർഡ്സ് ആണ് ഇതെല്ലാം, ഒബ്സിക്വീസ്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ, അതെല്ലാരും നോട്ട് ചെയ്യണോട്ടോ ഈ വേർഡ്സ് എല്ലാം. ഇതെല്ലാം ഓ, എന്താണ് ടൈഡിങ്ങില് എസ് ഇല്ലല്ലോ. ടൈഡിങ്, അതിലുണ്ടട്ടാ ടൈഡിങ്, അത് സ്പെല്ലിംഗ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. ഉണ്ട് ടൈഡിങ്സ് എന്ന് വെച്ചാൽ എന്താ? ടൈഡിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾഡ് വേർഷൻ ആണ് കേട്ടോ, ഒരു റീസെന്റ് ന്യൂസ്. ഇപ്പം പ്രാദേശിക ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് നമ്മൾ പറയൂലേ, ലേറ്റസ്റ്റ് ന്യൂസ്, അതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വേർഡാണ് ടൈഡിങ്സ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ യൂസ് ചെയ്ത്, ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യണില്ല. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ലേറ്റസ്റ്റ് ന്യൂസ്, ഇപ്പൊ വാർത്താ ചാനൽസിലൊക്കെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന പോലെ, ഒരു റീസെന്റ് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പഴയ ഒരു വേർഷൻ ആണ് ടൈഡിങ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം അങ്ങനത്തെ വേർഡ്സ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. മൈ പാൻസ് ആർ ഓൺ ദ ടേബിൾ. കേട്ടോ, ഇതെല്ലാം നമ്മൾ എസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പറയണത്. സ്പെക്ടക്കിൾ നീഡ് മെൻറ്റിങ്. ദ സ്പെക്ടക്കിൾസ് അവിടെ ഇതുണ്ട് കേട്ടോ, എസ് ഉണ്ട് അവിടെ. സ്പെക്ടക്കിൾസ് നീഡ് മെൻറ്റിങ്. ഇതെല്ലാം അങ്ങനെ ഉള്ള എക്സാമ്പിൾ ആണ്.
ദെൻ സിംഗുലർ. ഇപ്പൊ നമ്മ പ്ലൂറൽ ലൈക്ക് നൗൺസ് പറഞ്ഞു. ഇനി സിംഗുലർ ലൈക്ക് നൗൺസ് നോക്കാം. Some nouns in English seem to be singular but are in fact plural and they are followed by plural verbs. ഇനി കുറച്ച് വേർഡ്സ് ഉള്ളത് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇറ്റ് ഈസ് എ സിംഗുലർ വേർബ് ബട്ട് ഇൻ നേച്ചർ ദേ ആർ ഇൻ ഫാക്ട് പ്ലൂറൽ ആണ്. അതിന് എക്സാമ്പിൾ ആണ് പീപ്പിൾ, പോലീസ്. ഫാൻസിന് ശേഷം ആറാണ് യൂസ് ചെയ്യണത്. ഈസ് ആണല്ലേ? ഓ, മൈ പാൻസ് ആറിനാണല്ലോ കൊടുത്തേക്കണത്. മൈ പാൻസ് എപ്പോഴും ആറായിട്ടേ യൂസ് ചെയ്യുള്ളൂ ഇവിടെ. അതൊരു എക്സെപ്ഷണൽ കേസ് ആണത്. അതാണ് ഇവിടെ എക്സാമ്പിൾ അങ്ങനെ കൊടുത്തത് തന്നെ. പാൻസ് ആറാണ് കേട്ടോ. പാൻസ് ആറാണത്. അതേപോലെ തന്നെയാണ് അടുത്ത് വന്നത് ദ കാറ്റിൽ ആർ ഗ്രേസിങ്. കാറ്റിൽ എന്ന് പറയുന്നത് കാറ്റിൽ, പോലീസ്, പീപ്പിൾ ഒക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ദേ സീം ടു ബി സിംഗുലർ ബട്ട് ദേ ആർ ഇൻ ഫാക്ട് പ്ലൂറൽ. ഒരു ഇൻഫാക്ട് പ്ലൂറൽ ആണ് അവരുടെ പ്ലൂറൽ വേർബ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. ദ കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. ദ പീപ്പിൾ ആർ മൈ റിലേറ്റീവ്സ്. അപ്പൊ നമുക്ക് തോന്നും നമുക്കത് സിംഗുലർ ആണെന്ന് തോന്നും ബട്ട് ഇൻഫാക്ട് ദേ ആർ പ്ലൂറൽ ആൻഡ് ദേ കം വിത്ത് ദ പ്ലൂറൽ വേർബ്സ്. ദ കാറ്റിൽ ആർ ഗ്രേസിങ്, ദ പീപ്പിൾ ആർ, അതെല്ലാം സിംഗുലർ ലൈക്ക് നൗൺസ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പ്ലൂറൽ ലൈക്ക് നൗൺസ്, പ്ലൂറൽ ലൈക്ക് നൗൺസ് പ്ലൂറൽ ലൈക്ക് നൗൺസ്. ഇനിയിപ്പോ പറഞ്ഞത് സിംഗുലർ ലൈക്ക് നൗൺസ്. ദെൻ ഇനിയാണ് അടുത്തൊരു പോർഷൻ നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതെല്ലാരും ഇതിന്റെ ജെൻഡേഴ്സ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് കേട്ടോ. ജെൻഡർ പേര് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജെൻഡേഴ്സ് ആർ ഓഫ് 4 types: masculine gender, feminine gender, neuter and common gender. Masculine gender, masculine മെയിൽ അല്ലെ. മാസ്കുലൈൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൽ ആയിട്ട് റെഫർ ചെയ്യണേ. masculine gender, a noun that denotes ആണ് ട്ടോ. ഇവിടെ denotes എന്നാണ് ട്ടോ. denotes a male person or animal. For example, boy, father, brother, dog. ഇതെല്ലാമാണ് മാസ്കുലൈൻ ജെൻഡർ. അതായത് മെയിൽ വേർഷൻ, ഒരു പേഴ്സന്റെയോ ആനിമലിന്റെയോ മെയിൽ വേർഷൻ പറയുന്നതാണ് മാസ്കുലൈൻ ജെൻഡർ. മാസ്കുലൈൻ മെയിൽ, ബോയ്, ഫാദർ, ബ്രദർ, ഡോഗ്, കോക്ക്, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് മാസ്കുലൈൻ ജെൻഡർ. ദെൻ കംസ് ദ ഫെമിനൈൻ. ഫെമിനൈൻ ഫീമെയിൽ. അത് ഒരു നൗണിന്റെ ഫീമെയിൽ പേഴ്സൺ ഓർ ആനിമലിനെയാണ് ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗേൾ, മദർ, സിസ്റ്റർ, ഡോട്ടർ, ഇതെല്ലാം അതിന് വന്ന ഫെമിനൈൻ ജെൻഡർ ആണ്. ദെൻ കംസ് എ ന്യൂട്ടർ. ഈ ഫെമിനൈനും അല്ല മാസ്കുലൈനും അല്ലാത്ത കുറച്ച് നൗൺസ് ഉണ്ട്. അപ്പം കോമൺലി അത് ലൈഫ്ലെസ് തിങ്സ്, ജീവനില്ലാത്ത സാധനങ്ങൾക്കാണ് കൂടുതലും ന്യൂട്ടർ ജെൻഡർ വരുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തേക്ക് മാംഗോ, കോളേജ്, ബുക്ക്, പെൻ, കാർ, ഇതെല്ലാം ന്യൂട്ടർ. അവർ നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. മെയിലും അല്ല ഫീമെയിലും ഇല്ലാത്ത ഇതിന്റെ നമ്മൾ ന്യൂട്രൽ ജെൻഡർ എന്ന് പറയും. അതേപോലെ തന്നെയാണ് സെയിം, ഒരു വലിയ വ്യത്യാസം ഇല്ലാത്ത ആ കോമൺ ജെൻഡർ എന്ന് പറയുന്നതും ഇതിന് കോമൺ ജെൻഡർ വേറെ വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഒരു ഫീമെയിലും അല്ലായിരിക്കും, നെയ്തർ മെയിൽ ഓർ ഫീമെയിൽ. ഇത് വരുന്നത് എയ്തർ മെയിൽ, ഒന്നെങ്കിൽ ഒരു മെയിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പൊ ഡോക്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയിൽ ഡോക്ടർ ഓർ ഇറ്റ് ക്യാൻ ബി എ ഫീമെയിൽ ഡോക്ടർ. ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ലെന്ന് മാത്രം. അങ്ങനത്തെ ഉള്ള വേർഡ്സ് ആണ് ഈ കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒരു മെയിൽ ആവാ ഫീമെയിൽ കുട്ടി, ഗേൾ ആവാ ബോയ് ആവാ. അതേപോലെ ടീച്ചർ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാം. ഫ്രണ്ട് എന്ന് പറഞ്ഞാലും നേഴ്സ് മെയിൽ നേഴ്സ് എന്ന് പറഞ്ഞാലല്ലേ മറ്റേ മാസ്കുലൈൻ ആവുള്ളൂ. അപ്പം ഇതെല്ലാം കോമൺ ജെൻഡേഴ്സ് ആണ്. അപ്പം ദർ ആർ 4 types ഓഫ് ജെൻഡേഴ്സ്: മാസ്കുലൈൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്ടർ ജെൻഡർ ആൻഡ് കോമൺ ജെൻഡർ. മാസ്കുലൈൻ ജെൻഡർ ആ പേരിൽ തന്നെ മാസ്കുലൈൻ മെയിലിനെ റെഫർ ചെയ്യുന്നതാണ് മാസ്കുലൈൻ ജെൻഡർ. ഇറ്റ് ഡിനോട്ട്സ് എ മെയിൽ പേഴ്സൺ ഓർ ആൻ ആനിമൽ. ഒരു പേഴ്സന്റെയോ ഒരു ആനിമലിന്റെയോ മെയിൽ വേർഷനെയാണ് മാസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ബോയ്, ഫാദർ, ബ്രദർ, ഡോഗ് ആൻഡ് ഓൾ. ദെൻ കംസ് ദ ഫെമിനൈൻ ജെൻഡർ. ഒരു നൗൺ
വിച്ച് ഇൻഡിക്കേറ്റ്സ് ഫീമെയിൽ പേഴ്സൺ ഒരു നൗണിന്റെ ഫീമെയിൽ വേർഷൻ. ഗേൾ, മദർ, സിസ്റ്റർ, ഡോട്ടർ എല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വന്നതാണ് ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ ജെൻഡർ എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ജീവനില്ലാത്ത ഒരു വസ്തു. മെയിൻലി ഇതൊരു മെയിലും ആവില്ല ഫീമെയിലും ആവില്ല. നെയ്തർ നോർ. നെയ്തർ നോറും ഐദർ ഓറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? നെയ്തർ മെയിൽ ഓർ ഫീമെയിൽ, നോർ ഫീമെയിൽ. നെയ്തറിന്റെ ഒപ്പം എപ്പോഴും നോറുണ്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നെയ്തർ മെയിൽ ഓർ, ഇത് രണ്ടും അല്ല, മെയിലും അല്ല ഫീമെയിലും അല്ല. അതാണ്ട് നെയ്തർ. നെയ്തർ എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണത്, നെയ്തർ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും പെടില്ല എന്ന് അർത്ഥം. മെയിലും ആയിരിക്കില്ല ഫീമെയിലും ആയിരിക്കും. അത് അടുത്ത സെന്റൻസിൽ ഇവിടെ എയ്തറാ വന്നേക്കണം. എയ്തർ എ മെയിൽ ഓർ ഫീമെയിൽ. എയ്തർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു കാറ്റഗറിയിൽ പെടണം അത്. അതാണ് എയ്തറും നെയ്തറും. നെയ്തർ എപ്പോഴും നമുക്ക് നെഗറ്റീവ് സെന്റൻസിലാണ് നമ്മൾ നെയ്തർ യൂസ് ചെയ്യുന്നത്. നെയ്തറിന്റെ ഒപ്പം എപ്പോഴും നോറാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ എയ്തറിന്റെ ഒപ്പം ഓർ യൂസ് ചെയ്യും. അത് അടുത്ത സെക്ഷനിലൊക്കെ ഇത് വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് ആ എക്സാമ്പിൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ നെയ്തർ മെയിൽ ഓർ ഫീമെയിൽ, അതാണ് ന്യൂട്ടർ ജെൻഡർ. എയ്തർ എ മെയിൽ ഓർ എ ഫീമെയിൽ, ഇറ്റ് ബിക്കംസ് എ കോമൺ ജെൻഡർ. ഫോർ എക്സാമ്പിൾ ഡോക്ടർ, സ്റ്റുഡന്റ്, ടീച്ചർ, ഫ്രണ്ട്, നഴ്സ്, ഇതെല്ലാം കോമൺ ജെൻഡേഴ്സ് ആണ്. ഇനിയാണ് ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ്. ഇതെല്ലാരും പഠിക്കണം കേട്ടോ, ഇതെല്ലാരും പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ പറയുന്ന ഈ വേർഡ്സ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം എല്ലാവരും. മേർഡർ ഈസിയാണ്. നമ്മ പുല്ലിംഗം സ്ത്രീലിംഗം മലയാളത്തിൽ പറയുന്ന പോലത്തെ മാസ്കുലൈനും ഫെമിനൈൻ ജെൻഡറും. എന്നാലും കുറെയൊക്കെ തെറ്റ് വരും. മിക്ക ആൾക്കാരും ഇതൊക്കെ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാനിത് പഠിക്കാൻ നിങ്ങളോട് പറയുന്നത്. മേർഡറർ ബിക്കംസ് മേർഡറസ്, വെയിറ്റർ ബിക്കംസ് വെയിറ്ററസ്, എംപറർ ബിക്കം എംപറസ്, then master become mistress, traitor becomes traitress. Traitor എന്ന് പറഞ്ഞാൽ എന്താ? Traitor, who's a traitor? ചതിയൻ. രാജ്യദ്രോഹി. വഞ്ചന ചെയ്തവൻ ട്രൈറ്റർ, അതാണ് ട്രൈറ്റർ കേട്ടോ. then founder becomes foundress, governor governess, director directress, സെമസ്റ്റർ അല്ല കേട്ടോ, സീംസ്റ്റർ ആണ് കേട്ടോ. ഇതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കട്ടോ എല്ലാരും. സെമസ്റ്റർ അല്ല, സീംസ്റ്റർ. SEAMSTER. ഇവിടെ എഴുതാൻ STER. ഇതെല്ലാരും ഒന്ന് കറക്റ്റ് ആക്കിക്കേ. സെമസ്റ്റർ അല്ല, സീംസ്റ്റർ. SEAMSTER. SEAMSTER. സീംസ്റ്റർ. സീംസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സീംസ്റ്റർ എന്താണെന്ന്? സീംസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ടൈലർ. ടൈലർ. ടൈലറിന് വേറൊരു വാക്കാണ് ഈ സീംസ്റ്റർ. അപ്പൊ ഇപ്പൊ ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൽ ആവാം ഫീമെയിൽ ആവാം. ബട്ട് ഇപ്പൊ നമുക്ക് ഒരു മെയിൽ ടൈലർ ആണ് നിങ്ങൾക്ക് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സീംസ്റ്റർ. ആ സമയം ഈ ടൈലർ ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ വി കോൾ ഇറ്റ് സീംസ്ട്രസ്. കണ്ട, അത് രണ്ടും അത് മിക്കവർക്കും അറിയാൻ പാടാത്ത വേർഡാണത്. സീംസ്റ്റർ ആൻഡ് സീംസ്റ്ററസ്. സീംസ്റ്റർ ആൻഡ് സീംസ്റ്ററസ്. ഓക്കെ. സീംസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെയിൽ. ഞാൻ എഴുതി വെച്ചു അത്. സീംസ്റ്റർ ഇസ് എ മെയിൽ ടൈലർ ആൻഡ് സീംസ്റ്ററസ് ഇസ് എ ഫീമെയിൽ ടൈലർ. കേട്ടോ, ഫീമെയിൽ ടൈലർ ആണ് സീംസ്റ്ററസ്. ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അത് വേറെ ഒന്നും ജെൻഡർ അവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നില്ല. അതൊരു മെയിൽ ആവാം ഫീമെയിൽ ആവാം. ഇപ്പം നമുക്കത് ഒരു ലേഡി ആണെന്നുള്ളത് പറയുന്നു, നമുക്ക് യൂസ് സീംസ്റ്ററസ്. നമുക്ക് മറ്റേതാണെങ്കിൽ സീംസ്റ്റർ എന്ന് പറയും. പിന്നെ ബെനിഫാക്ടർ, ഗോഡ്, ഗോഡസ്. പിന്നെ അതേപോലെ പിന്നുള്ളതാണ് ഹീറോ, ഹീറോയിൻ, സുൽത്താൻ, സുൽത്താന, ലാഡ്, ലാസ്, മിസ്റ്റർ, മിസ്സസ്, വൈസ്രോയ്. ദെൻ സാർ. സാർ എന്താണെന്ന് അറിയോ? CH. അതൊരു റഷ്യൻ വേർഡ് ആണ് കേട്ടോ. ഇത് കണ്ടോ, റഷ്യൻ റൂളറിനെ പറയുന്നതല്ലേ മാം? അത് റഷ്യൻ വേർഡ് ആണ്. അത് കിങ്ങിന് പകരമായിട്ട് പറയുന്ന ഒരു വേർഡാണ് സാർ. റഷ്യൻ വേർഡ് ആണത്. ദെൻ ഇറ്റ് ഇസ്
റൂളറിനെ പറയുന്നതാണ് സാർ. സാറിന മീൻസ് അത് ക്വീൻ അല്ലെങ്കിൽ എംപറേഴ്സ്. എംപററിനാണ് എംപറർ ലേഡി, അതായിരിക്കും സാറിന. ദെൻ സിഗ്നോർ ഇസ് ഇറ്റാലിയൻ വേർഡ്. സിഗ്നോർ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡാണ്. മിസ്റ്റർ എന്ന് നമ്മൾ പറയില്ലേ, മിസ്റ്റർ എന്ന് പറയുന്നതിന് ഇറ്റാലിയൻ വേർഷനിൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ പറയണതാണ് സിഗ്നോറ എന്ന് പറയുന്നത് മിസ്സിന്. മിസ്റ്റർ ആൻഡ് മിസ് നമ്മൾ ഇംഗ്ലീഷ് പറയണ പോലെ സിഗ്നോർ ആൻഡ് സിഗ്നോറ. ബ്രൈഡ് ഗ്രൂം ആൻഡ് ബ്രൈഡ്. പിന്നെ വിഡോവർ ആൻഡ് വിഡോ. വിഡോ എന്താണ്? വിഡോ ഭാഗ്യം വെച്ച അതാണെങ്കിൽ വിഡോവർ. അപ്പൊ ഇതെല്ലാരും പഠിക്കണം കേട്ടോ. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഇതെല്ലാരും പഠിച്ചിരിക്കല്ല. കുറെയൊക്കെ നമുക്ക് ESS ആഡ് ചെയ്താൽ മതി. അല്ലാതെ പുതിയ വേർഡ്സ് ഇല്ലേ, അത് എല്ലാരും പഠിക്കണം. ഇപ്പൊ സീംസ്റ്ററസ്, ദെൻ സാർ, അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത സെക്ഷനിലും കുറച്ച് വേർഡ്സ് ഉണ്ട്, അതും നമുക്ക് അറിയാൻ പാടുന്ന കുറച്ച് വേർഡ്സ് ഒക്കെയാണ്. ബാച്ചിലറിന്റെ ഫീമെയിൽ വേർഷൻ ആണ് സ്പിൻസ്റ്റർ. മെയ്ഡ് എന്ന് പറയാം. അത് ബാച്ചിലറുടെ കറക്റ്റ് ഫീമെയിൽ വേർഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻസ്റ്റർ. ഒരു ആള് ബാച്ചിലർ ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ വി കോൾ ഹർ സ്പിൻസ്റ്റർ. അതാ ബാച്ചിലർ, സ്പിൻസ്റ്റർ. അതിന്റെ ഇത് ഫീമെയിൽ വേർഷൻ സ്പിൻസ്റ്റർ. ദെൻ സിസ്റ്റർ. അവിടെ ഒരു തെറ്റുണ്ട്. സിസ്റ്ററുടെ അതെന്താ? സിസ്റ്റർ ബ്രദർ ആയിരിക്കണം. യെസ്. കോക്ക് ബിക്കംസ് ഹെൻ, ഹോഴ്സ് മെയർ, ദെൻ സൺ ഡോട്ടർ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ അറിയാൻ പാടാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് എക്സ്ട്രാ നിങ്ങൾ പഠിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ഇന്ന് നമുക്കൊന്നും കൂടി പറയാം. ജെൻഡർ ഞാൻ ഒന്നുകൂടി പറയാം. ജെൻഡർ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും അത് പഠിക്കണം കേട്ടോ. ജെൻഡേഴ്സ് ആർ ഓഫ് 4 types: masculine, feminine, neuter and common. മാസ്കുലൈൻ എന്ന് പറയുന്നത് മെയിൽ വേർഷൻ, ഫീമെയിൽ ആവുമ്പോ ഫെമിനൈൻ. ന്യൂട്ടർ, ഇറ്റ് ഈസ് നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. കോമൺ മീൻസ് എയ്തർ ഒന്നെങ്കിൽ മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം, അങ്ങനെ. ദെൻ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ വേർഡ്സ് എല്ലാവരും murder, murderer, murderess. Waiter becomes waitress. Emperor, emperor. Master becomes mistress. Traitor, traitress. Seamster becomes seamsteress. Benefactor, benefactress. God, goddess. പിന്നെ ഹീറോ, ഹീറോയിൻ. എല്ലാവരും വായിച്ചു പോവുക. അതേപോലെ അറിയാൻ പാടാത്ത വേർഡ്സിന്റെ ഫീമെയിൽ വേർഷൻ അല്ലെങ്കിൽ മെയിൽ വേർഷൻ ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ. ഇന്ന് നമുക്ക് ഇത്രേ ഉള്ളൂ ക്ലാസ്. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. ഇന്ന് ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇന്നൊരു ആക്ടിവിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്തില്ലല്ലോ. നമുക്ക് ഇന്ന് ആക്ടിവിറ്റി ചെയ്യാം. ഞാനൊരു സബ്ജക്റ്റ് തരാം, ഒരു ടോപ്പിക് തരാം. ഐ എം സോറി, ഞാൻ പ്രസന്റേഷൻ ഒന്നും റെഡിയാക്കിയില്ല. ഞാനൊരു ടോപ്പിക് തരാം. സോ യു ഗൈസ് പ്ലീസ് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാൻ നോക്കുക എല്ലാവരും. ഓക്കെ, ഞാനൊരു 5 minutes തരാം. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ റോൾ മോഡൽ. ടോപ്പിക് ഇതാണ്, മൈ റോൾ മോഡൽ. അപ്പം ഞാനൊരു 5 minutes തരാം എല്ലാവർക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. മൈ റോൾ മോഡൽ. എല്ലാവരും 5 sentences ഓൺ വേർഡ്സിൽ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ റോൾ മോഡൽ ആക്കി എടുത്തത്. അതിപ്പം നമ്മുടെ പേഴ്സണലി ഇപ്പൊ ഫാദർ ആവാം, മദർ ആവാം, ബ്രദർ, സിസ്റ്റർ, ആര് വേണം. അതേപോലെ തന്നെ ഏത് ഫേമസ് ആള് വേണേലും ആവാം. ലൈക്ക് അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, മദർ തെരേസ, ആര് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ദിസ് ഇസ് യുവർ ടോപ്പിക് ടുഡേ. I want all of you to say at least 5 sentences about the topic. The topic is my role model in life. My role model. നിങ്ങളുടെ ലൈഫിലെ ആരെങ്കിലും റോൾ മോഡൽ. ഞാൻ 5 minutes തരാം. സോ പ്ലീസ് പ്രിപ്പയർ. I want all of you to say 5 sentences each. Okay, ഞാനപ്പോ ഈ സ്ക്രീൻ ഷെയറിംഗ് മാറ്റിയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. നമുക്ക് ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് എടുത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് ഒരു പേജ് മിസ് വിട്ടതാണ്. അത് അതിനകത്ത് ഒരു പേജ് ഇല്ലായിരുന്നല്ലോ. ഏതാണ്?
അതായത് നമ്മളിപ്പം മിസ് പഠിപ്പിച്ചത് ഇപ്പം 2 എന്ന് പറയുന്നല്ല ബൈ യൂസിങ് സെപ്പറേറ്റ് വേർഡ്സ് എന്നൊക്കെ വെച്ചിട്ട്, അതിന്റെ 1 എന്ന് പറഞ്ഞിട്ട് ബൈ ആഡിങ് ESS ടു ദി മാസ്കുലിൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ടല്ലോ. എന്റെ കയ്യില് ഏത് ഇതാണോ? ഇതോ? അടുത്ത പേജോ? അതെ അതെ. അല്ല അല്ല, ഓദറസ് ഗൈൻഡ് അങ്ങനെ പറഞ്ഞ് ലൈനസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ടല്ലോ ഇല്ലേ? ES ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്റെ കയ്യിൽ ഇതാണ് ഈ നോട്ടിൽ. എന്റെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് പറയാം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണ് ഫീമെയിൽ പേഴ്സൺ ഏതാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്തു. ഞാനപ്പോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. എന്റെ കയ്യിൽ മിസ്സായതാണ് ആ നോട്ട്സ് എന്ന്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തോ. എല്ലാരും പ്രിപ്പയർ ചെയ്തോ? ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് കം? ആരാണ് ഫസ്റ്റ് പറയാൻ പോണത്? എനി 5 സെന്റൻസ്. മാം ഞാൻ പറയാം. ഓക്കെ. My role model is Mother Teresa. I like her personality. I like her charity towards poor and needy. I like her humble life. നിങ്ങൾ അവിടെ എഴുതി I വെച്ചിട്ടില്ല? like her അത് prayer life. എഴുതി വെച്ചു. നോക്കാണ്ട് പറഞ്ഞു നോക്കിയേ. അപ്പൊ പോയിന്റ്സ് എന്താണ് ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്താണ് എഴുതി വെച്ചേക്കുന്ന പോയിന്റ്സ് ക്ലിയർ ആയിട്ടില്ലേ? ഇനി അതൊന്ന് നോക്കാണ്ട് പറഞ്ഞു നോക്കിയേ. അതേ സെന്റൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. My role model is Mother Teresa. I like her personality. I like her humble life. I like her prayer life. I like her charity towards poor and needy. Thank you. ഇറ്റ് ഇൻസ്പയർ മീ അല്ലെ? നിങ്ങൾ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഷീ ഇൻസ്പയർഡ് മീ അല്ലോ, ഉള്ള കാര്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിന്റ്സ് എല്ലാവരും കണ്ടുവെക്കുക. എന്നിട്ട് അത് നോക്കരുത് കേട്ടോ, നോക്കാണ്ട് വേണം പറയാൻ. ഓക്കെ, നെക്സ്റ്റ്. വെരി ഗുഡ് സാബു, വെരി ഗുഡ്. മാം ഞാൻ പറയട്ടെ. ഓക്കെ. My role model is my mother. വീഡിയോ ഒന്ന് ഓണാക്കോ, My role model is my mother, and she's my first teacher and advisor and supporter. And she has cooked good, and പോയോ?
ആ ലാസ്റ്റ് സെന്റൻസ് എന്താ എനിക്കത് ക്ലിയർ ആയില്ല. അപ്പൊ എന്തോ വീഡിയോ ഓഫ് ആയി പോയി. ലാസ്റ്റ് സെന്റൻസ് ഒന്നും കൂടി പറയാം. She is good in cooking. Good cooking. And Okay. Okay, very good. Very good. Okay, very good. Okay. ഞാൻ Next. പറഞ്ഞോട്ടെ. Okay. പറയ്. പറയട്ടെ. വീഡിയോ ഓൺ ആക്കിയ. വീഡിയോ ഓൺ. Ma'am, my role model is myself because I believe that self-love and self-respect is very important. Then only we can love and respect others. I am hardworking, brave and bold. I can overcome every situation. So, അത്രേ ഉള്ളൂ മാം. Okay, very good. Well said. Well said. Very good. Very good. Simple points. Very good. Well said. Well said. എന്താ പേര്? What is your name? മാം രമ്യ. Ramya. Very good. Good attempt. Very good. Very good. Next. മാം ഞാൻ പറയാം. Video. സൗമ്യ. സൗമ്യ വീഡിയോ ഓൺ ആയിട്ടില്ല. വീഡിയോ ഓൺ. ഓക്കെ. ഇപ്പൊ ഓക്കെ. പറ. On madam. My role model is my mother. She has faced a lot of problems in her life, but she is still moving and living her life. She make me who I am. She supported me in my difficult situations and gave a lot of advices for my life. A lot of advice. നമുക്ക് പറഞ്ഞോളൂ. Advice for my life. Advice for my life. Okay, very good. Very good. Next. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയട്ടെ. പറയൂ. മാം പറയട്ടെ. പറഞ്ഞു. My father is my role model because I like his character very much. He makes huge impact in my life. I like his courage, honesty, love, and his positive attitude. Very good. Very good. Very good. Well said. പറയൂ. വിനീത അല്ലേ? വിനീത പറയൂ. Everyone has a വീഡിയോ role ഓൺ ആക്ക്. model. വീഡിയോ. Yes. Everyone has a role model. Yes, I have a role model. My role model is my mother because my mother is like a god. Mother is my first teacher of me. She is teaching me all good things and good habits. ടീച്ചർ. She is പിന്നെ ഒരു she മീര is ആവശ്യമില്ല. she is prepare good character in me. I love my mother. She prepared you to being a good character. Okay, very good. ലാസ്റ്റ് സെന്റൻസ് കൊള്ളാം. Very good. Okay. ഞാൻ പറയാം Okay, very good. Very good. വിനീത. സിയ. പറയൂ. My mother is my role model. She gives me everything. She has just to make my life easier. I love my mother and I am so thankful that she has taught me everything. She has taught me more than I could have learned from any book. Yes. Very true. Yes, very ഞാൻ good. പറയട്ടെ. Very good, Priya. Yes. സൂര്യ. പറയൂ. My role model is actor Shobana, is an Indian actress and Bharatanatyam dancer. കേട്ടോ മാം? So your video on ആക്കിയ. So your role model is actor Shobana. Actress Shobana. Role model is my mother. She is my first teacher, my advisor, and my backbone. ഒന്നുകൂടി പറയാം. എനിക്ക് ക്ലിയർ ആയില്ല. In my trouble, സൂര്യ. I always wonder how she managed both work and home. I always believe that she is the best gift that I ever got in my life. സൂര്യ കേൾക്കുന്നില്ലേ? എന്താ മറന്നുപോയാ? അന്നൊന്നും കൂടി പ്രിപ്പയർ ആയി. അടുത്ത് പറയാം. ആരാണ് നെക്സ്റ്റ്? ഞാൻ പറയാം ടീച്ചറെ. ഞാൻ പറയാം. ആരാണ്? അഞ്ജലിയാണോ?
പറയാം. My role model is a mother. My role model is a mother. My mother spread a positive energy. I will inspire her. My mother always helping me a right way. My mother as a part of my life. മദർ ഇസ് പാർട്ട് ഓഫ്, പ്രത്യേകിച്ച് പറയേണ്ടത് അല്ലെ, നമ്മുടെ എല്ലാവരുടെയും പാർട്ട് ഓഫ് അവർ ലൈഫ്സ് മദേഴ്സ് അല്ലെ, അമ്മമാരില്ലാണ്ട് ഒന്നുമില്ല. യെസ്, വെരി ഗുഡ്. മാം ഞാൻ പറയട്ടെ. പറയൂ റൂബിയ. നെക്സ്റ്റ് സൂര്യ പറയണോട്ടാ. സൂര്യയുടെ ഞാൻ ക്ലിയർ ആയില്ല. നെക്സ്റ്റ് സൂര്യ പറയണോട്ടാ. റൂബിയ റൂബിയ പറഞ്ഞോ. റൂബിയ കഴിഞ്ഞിട്ട് സൂര്യ പറഞ്ഞോ. My role model is my father. He's best person in my life. He helps me. He helps me in my studies and solve all problems. My father and mother are my first teachers. My first. Yes. Well said. Well said. Good sentences. Next സൂര്യ ഒന്ന് പറഞ്ഞു നോക്കിയേ. My role model is actor Shobana. He is an Indian actress and Bharatanatyam dancer. Actress. പറഞ്ഞു. കഴിഞ്ഞു മാം. കഴിഞ്ഞോ? ഞാൻ കേട്ടില്ല. ഫസ്റ്റ് ആക്ട്രസ് ശോഭന. വൈ ഷീ ഇൻസ്പയർഡ് യു? അതുകൂടെ വായിക്കാം. My role model is actor Shobana. He is an Indian actor and Bharatanatyam dancer. സൂര്യ ആദ്യം തന്നെ ആക്ടർ എന്ന് പറഞ്ഞ ആക്ട്രസ് ശോഭന, അത് ഫീമെയിൽ അല്ലേ, അപ്പൊ ആക്ടറസ് ആക്കണം. പിന്നെ അതേപോലെ തന്നെ ഹീ പറയരുത്, അവിടെ ഷീ പറയണം കേട്ടോ. ഷീ രണ്ടൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, 2 സെന്റൻസ് ആയോളൂ. ഐ ടോൾഡ് യു ടു സേ 5 സെന്റൻസ്. നെക്സ്റ്റ് ആര്യലക്ഷ്മി. My role model is my mother. She is my first teacher, my advisor, and my backbone. She always there for me when I am in a trouble. I always wonder how she managed both work and home. I always believe that she is my first best gift that I ever got in my life. Oh, very good, Arya. Very good. Thank you. Next, Shruti. Okay, ma'am. My mother is my role model. She is my first teacher. She gives strength and motivation. She is very loving and caring. She is my best friend. She is very hardworking. നോക്കി വായിക്കരുത്. അങ്ങനെ നോക്കി വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഐ വോണ്ട് യു ഓൾ ടു സ്പീക്ക് അപ്പ്. നിങ്ങൾക്ക് പോയിന്റ്സ് നിങ്ങൾ എല്ലാരും നോക്കി മനസ്സിലാക്കി ബൈ ഹാർട്ട് പഠിക്കാണ്ട് പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാം. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ നോക്കി വായിക്കാതെ ജസ്റ്റ് ട്രൈ ടു സ്പീക്ക് അപ്പ്. എന്നാലല്ലേ നമുക്ക് ആ സ്പീക്കിംഗ് സ്കില്ല് റെഡി ആവുള്ളൂ. സ്പീക്ക് ചെയ്താലേ റെഡി ആവുള്ളൂ. നമ്മൾ എത്ര വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ശ്രുതി അടുത്ത ആളുടെ കഴിഞ്ഞ ശ്രുതിക്ക് ഒരു ഇതും കൂടെ നോക്കാണ്ട് പറയട്ടാ. ഹിന. ഹിന പറയൂ. My role model is J.K. Rowling. She had a very dark past and poor upcoming. She had suffered from domestic abuse also, but she didn't give up on her dreams and she became famous in writing business. So I want to be like her, like don't give up and achieve my dreams. Okay, J.K. Rowling. It is from Harry Potter series, അല്ലേ? Yes. Yes. Okay. Very good. Very good. So she is your favorite writer, J.K. Rowling. Yes. Okay. Very good. Very good. Then thank you. ശ്രുതി ഒന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. മാം ഒന്നുകൂടി നോക്കട്ടെ മാം. Okay. Take your time. Okay. Next. ശ്രുതി റെഡി ആവുമ്പോ പറ. Okay. Okay, മാം. നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയട്ടെ. സജന. പറയൂ. My father is the role model of my life. He always deserved to become like him. Okay. My father is the role model of my life. He always deserved to become like him. He is the only earning member of my family. He was a lot of effort to provide everything that we need. Then he was guide me in a very steps of my life. He guided you in every aspect of
Very, very. Next. ഞാൻ പറയട്ടെ മിസ്സേ? ജാൻസി പറയൂ. I like my mother very much because she's very pious. She's pious and a great devotee, and she is kind towards the poor and needy, and she's lovable to everyone. And I didn't see her face as an angry one. She never got angry at anybody, and she gives. In angry face. Oh, okay, very good. Then? So I like her character very much because those who are poor and needy, she helps others. Her helping mentality, I like very much. So I also try, means I am also doing the same process because she is very helpful to others, and I am also imitating her because I love everyone. Most probably, I am trying to get love all people, and because of her, and she is a good advisor to me and is a good teacher, and because of that I love her very much, and she is my role model. And she has really inspired you. Yeah, very Of good, course. Jansi. Well said, well said. Very good, very good. Thank you. Next, Shruti, ready ayo? Shruti, are you ready now? ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? മിസ് ടീച്ചർ, ഞാൻ പറയാം. പറയൂ പറയൂ. My role model is my favorite teacher, Eliamma. I like her character. She is a very well teacher. She was. That time, I thought like a teacher. She's At very that time, you good really liked character. her. When you were a student, you really liked her. Then? I like very much her character. Students all students very like and caring. All students liked her very much. She was a very caring person too. Very caring person. Yes, very good. Now, Shruti, are you ready now? നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. Are you ready? മാം ഞാൻ പറയാം. അഭിജിത്ത്. Ma'am, good evening. Video. Okay. Hi, ma'am. Hi. My role model, all of our my role models, my uncle, my father, mother, auntie. Okay, but my husband. So your husband is your biggest role model. All the others are all your role model, but one among them, he is your biggest role. Okay. How he helped you? I inspired his character. He's a lovable person and good teacher to me. My life, he's encouraged the all activities and my studies. He's very supporting character. He is a good person also. He's a lot of patience. Love very much. He's love very much his mother. So I inspire them. You love him too. Very good. Very good. Thank you. Okay. He has a lot of patience. That is a good point. Most of the husbands do not have that. Mine too. Okay. That is a good point. Okay. Very good. Very good. Well, ആരാണ്? സുജാത.
My role model is my mother itself. She is a homemaker. I haven't never met a strong lady like her, and I am always surprised by the way she takes or manages the home and the household chores. And I am really surprised that she might be having 10 hands. And sometimes she is goddess Lakshmi, and sometimes she is goddess Durga herself. And she is a very strong support system for me. I love her the most in this world. And I thank God for gifting me as her mother in my life. Thank you. Very well said. That's very Ma'am. good Ma'am. points. Very good. We have added the good points. Yes, very good. Then, Ma'am. Namita. Parno, Namita. My role models are my father and mother. My mother is my first teacher. My father is my advisor. My mother motivates me. My father gives me strength. Oh, very well said. Oh, very, very. അപ്പോൾ നമുക്കിന്ന് ടൈം കഴിയാറായി. അപ്പൊ ഇന്ന് പറയാൻ പറ്റാത്തവര് ഉണ്ടെങ്കിൽ ശ്രുതി അടുത്ത ക്ലാസ്സിൽ പറയണം കേട്ടോ. ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയായ ഓക്കെ പറയാം. ഓക്കെ, മൈക്ക് ഓൺ അല്ല, മൈക്ക് ഐ കാൻ ഹിയർ യു. Okay, ma'am. My mother is my role model. She is very loving and caring. She is very hardworking woman. She is my best friend. I love very much. I love her very much. She is very innocent and lots of fun. Very good. ഇത്രയുള്ള കാര്യം. Very good. Very good, Shruti. Very good. Thank you. Okay. പറഞ്ഞു. ആരാണ്? ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. The surroundings of all peoples are my role model because all peoples are rich quality in our character. I observe and capture the capture good knowledge for me. I face many difficult situations. The observation may help and overcome the situation. My husband, children, friends are the surroundings of the peoples included, strengthen to me in all time. Thank you. So you haven't specified a person. Surrounding people around you you consider them as your role model. Okay. ഏതെങ്കിലും ഒരാളെ പറയാനാണ്. ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെ പിള്ളേരെ ട്യൂഷൻ എടുക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ എനിക്ക് ഈ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും എനിക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവര് സംസാരിക്കുന്നതിലൂടെ തന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിലിം കാണുന്ന സമയത്ത് നമ്മുടെ ചെറുതിലെ പഠിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ മറക്കും. ട്യൂഷൻ എടുക്കുമ്പോൾ വെരി ഗുഡ്, നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. അത് ഞാൻ പറയുന്ന ഈ പഠിക്കുന്ന കാര്യങ്ങളല്ല, അവരിൽ നിന്ന് കിട്ടുന്ന. ഇപ്പൊ എന്റെ വീട്ടിലൊരു തെനിച്ചിക്കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ ഈ പൈപ്പിന്റെ അടിയിൽ ഇരിക്കുക. അപ്പൊ UKG പഠിക്കുന്ന ഒരു കൊച്ച് അവിടെ ഒരു കൊച്ചിന്റെ കൈ കുത്തി. അപ്പൊ ഞാൻ പറയും, ഇനിയിപ്പോ ഈ പൈപ്പിനകത്ത് കരിച്ച് എങ്ങനെ വിടും, അത് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരുടനെ എന്നോട് പറയും, ആന്റി നമുക്കതൊരു കാര്യം ചെയ്യാം, ഒരു അടപ്പെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒട്ടിച്ചു വെക്കാം. മനസ്സിലായോ? ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും ചിന്തിച്ചുകൂടിയില്ല. നമ്മൾ കടന്നിൽ കണ്ട ഉടനെ എന്താ ചെയ്യുക, വേഗം സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഓടിപ്പോയി കത്തിച്ചു വിടും അല്ലെ. ഇത് പൈപ്പിന്റെ കൊണ്ട് എനിക്ക് കത്തിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ആലോചിക്കും, ഇനി ഇലക്ട്രീഷ്യനെ വിളിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവൻ UKG കാരൻ എന്നോട് പറയാം, നമുക്കതങ്ങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാം. ഞാനത് ടേപ്പ് വെച്ച് ഒട്ടിച്ചു അവന്റെ സഹായത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒട്ടിച്ചു. അപ്പം അതുപോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളിലും, അതായത് ഒരു ആനിമൽസ് ആയാലും ആരായാലും ഞാൻ അതെല്ലാം ഒബ്സർവ് ചെയ്യും. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് മെന്റലി എനിക്ക് സ്ട്രോങ് ആകാനായിട്ടും ചില ആൾക്കാരുടെ വാക്കുകളിൽ നിന്ന് എല്ലാം. അതുകൊണ്ട് സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ആനിമൽസും തിങ്സും എല്ലാം ഉൾപ്പെടും ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ ചെയ്തത്. എനിക്ക് അത് തന്നെയാണ് റോൾ മോഡൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡഡ് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ ചിൽഡ്രൻസ് ഉണ്ട്.
തീർച്ചയായിട്ടും തനിക്ക് ആ എനിക്ക് ഉള്ള ഒത്തിരി ഒബ്സർവ് ലൈറ്റായിട്ട് ക്വാളിറ്റിയാണ് സംസാരിക്കുമ്പോൾ ഇത് ഹൈലൈറ്റ്. യെസ്, തീർച്ചയായിട്ടും ഉറക്കെ ഞാൻ തനിക്ക് ദേഷ്യപ്പെട്ട് ക്വാളിറ്റിയാണ്. സംസാരിച്ച് പിന്നെ ഉറക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ച എന്റെ മോൻ 10ാം ക്ലാസ്സിൽ അയാൾ പറയും മമ്മി എന്തിനു ഉറക്കെ സംസാരിച്ചാലും പതുക്കെ സംസാരിച്ചാലും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാനത് ചിന്തിച്ചിട്ടുണ്ട് രാത്രി. ശരിയാണല്ലോ, നമ്മൾ പതുക്കെ സംസാരിച്ചാൽ അപ്പൊ എനിക്ക് അത് അവനിൽ നിന്ന് കിട്ടിയ ഒരു അറിവാ. അപ്പൊ എനിക്ക് ഒരറിവും ചെറുതല്ല. ഞാൻ എല്ലാവരിൽക്കാട്ടും ഏറ്റവും അറിവ് കുറവുള്ള ആളാണെന്നാണ് എന്റെ ഒരു നമ്മളെല്ലാരും എല്ലാരും അങ്ങനെ നമുക്ക് ആരും ചെറുതും വലുതും ഒന്നൊന്നുമില്ല. നമുക്ക് എല്ലാവരുടെയും അറിവ് കിട്ടും. അറിവിന്റെ നമ്മളെല്ലാരും ആരും കാര്യം തികഞ്ഞവർ പെർഫെക്റ്റ് ആയവരും ആരുമില്ല. ഒരിക്കലും അതാ ഞാൻ പറഞ്ഞ ഇന്ന ഒരു ക്യാരക്ടർ വെച്ച് നമ്മൾ ഏറ്റവും കൊള്ളരുതാത്തെന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് പോലും നമുക്ക് പലതും, എത്ര പോരായ്മ ഉള്ളവരിൽ നിന്ന് പോലും അവരുടെ ഒരു നന്മയുണ്ട്. അത് നമുക്ക് കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. അതെനിക്ക് ഒരുപാട് നല്ലവരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ചീത്ത നല്ലവരെന്നും നമുക്ക് പറയാൻ ഒരിക്കലും അവകാശമില്ല. എന്നാലും നമ്മൾ പറയുമല്ലോ ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്നത്. പക്ഷെ അതെനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് പൂറായിട്ടുള്ള കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ടീച്ചർമാർ തഴഞ്ഞിട്ടിരിക്കുന്നവരെ പഠിപ്പിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറ്റുള്ള കുട്ടികളെക്കാട്ടി കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞത് കേട്ടോ. സ്മിതയുടെ ഒബ്സർവേഷൻ ക്വാളിറ്റി ആണ് അത്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. ഇനിയും എനിക്ക് അത് കൂടുതൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. അത് എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിപ്പോ മനസ്സിലായത്. ഇറ്റ്സ് വെരി ഗുഡ്. തീർച്ചയായിട്ടും നേരത്തെ യാത്ര ചെയ്താലും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഞാൻ ആ ചുറ്റുപാട് കംപ്ലീറ്റ് നോക്കും. റോഡിൽ കൂടെ പോകുമ്പോൾ ആ കുട്ടികൾ എങ്ങനെ പോകുന്നു, മറ്റുള്ളവർ എങ്ങനെയാ പോകുന്നത്, അല്ലെങ്കിൽ എന്റെ കണ്ണിൽ പെടുന്നത് എന്തും. ഇങ്ങേയറ്റം ഒരു തേക്കിന്റെ മരത്തിനകത്ത് ഒരു കിളി കൂട് കൂട്ടിയാൽ അതിനകത്ത് എത്ര ഇലയുണ്ട്, അത് എത്ര പൊക്കത്തിൽ നിൽക്കുമെന്ന് പോലും ഞാൻ ചിന്തിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അത്രയും ഉയരത്തുനിന്ന് താഴെ വീഴത്തില്ലേ. പക്ഷെ അതിന് അത്ര വിശ്വാസമുണ്ട്, അത് വീഴ്ത്തത്തില്ല എന്നുള്ളതിന്റെ വിശ്വാസം. നമ്മുടെ കൂടെ ഉള്ളവരിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എഴുതിയത് കേട്ടോ. ഇപ്പോഴെന്റെ എനിക്കിപ്പോ കുറെ കാര്യങ്ങൾ ഇപ്പൊ സ്മിതയിൽ നിന്ന് തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഒബ്സർവിംഗ് ക്വാളിറ്റി ഒക്കെ ഇപ്പൊ കുറെ കാര്യങ്ങൾ. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു. വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, നമുക്കിപ്പോ അത്രയും ടൈമായി. സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാരും ഒന്ന് ഈ ക്ലാസ്സിൽ എടുത്ത ആ ജെൻഡേഴ്സ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ജെൻഡേഴ്സ് ഇമ്പോർട്ടന്റ് അത്. എല്ലാവരും അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. Bye, ma'am. Thank you. Thank you, ma'am. Good night. Thank you. Bye, ma'am. Bye.